മറ്റൊരു വാർത്തയിലേക്ക് പറവൂരിലെ CPM നേതാവ് KJ ഷൈനെതിരെ സൈബർ ആക്രമണം നടത്തിയ കേസിലെ പ്രതി KM ഷാജഹാനെ വീണ്ടും പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും. പരാതിക്ക് അടിസ്ഥാനമായ വീഡിയോ എഡിറ്റ് ചെയ്ത് സൂക്ഷിച്ച മെമ്മറി കാർഡ് പോലീസിന് ഷാജഹാൻ നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രതിയായ പ്രാദേശിക കോൺഗ്രസ് നേതാവ് CK ഗോപാലകൃഷ്ണന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അന്വേഷണ സംഘം റിപ്പോർട്ട് മറ്റന്നാൾ നൽകും. ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ്. ആജ്ഞ, എന്തെല്ലാമാണ് ഈ കേസിലെ പുതിയ വിവരങ്ങൾ? മഞ്ജുഷ, കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകുന്നേരത്തോടുകൂടിയാണ് 4 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് KM ഷാജഹാനെ വിട്ടയക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. ഇന്നലെ അറസ്റ്റിൽ നടപടികൾ ഉണ്ടാകുമെന്ന് ആദ്യം പ്രതീക്ഷിച്ചിരുന്നെങ്കിലും പോലീസ് വിട്ടയക്കി. അത് പിന്നീട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കുമെന്നുള്ള സൂചനകളുമാണ് ലഭിക്കുന്നത്. ഈ വീഡിയോ, അതായത് അപവാദ പ്രചരണത്തിന് ഉപയോഗിച്ച വീഡിയോ എഡിറ്റ് ചെയ്ത് ചേർത്ത മെമ്മറി കാർഡ് കഴിഞ്ഞ ദിവസം ആലുവ റൂറൽ സൈബർ ക്രൈം പോലീസിന് കൈമാറി ആയിരിക്കും. അതായത് അത് പരിശോധിച്ച ശേഷമായിരിക്കും കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് കടക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ഒരു നടപടിക്രമങ്ങൾക്ക് ശേഷം വീണ്ടും ഷാജഹാനെ ചോദ്യം ചെയ്യാൻ വിളിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം മറ്റൊരു പ്രതിയായ പ്രാദേശിക കോൺഗ്രസ് നേതാവ് CK ഗോപാലകൃഷ്ണനെ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ പോലീസിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് കോടതി. അത് നാളെയോ മറ്റന്നാളോ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ്. അതായത് ഗോപാലകൃഷ്ണന് ജാമ്യം നൽകരുത് എന്ന് കാണിച്ചുകൊണ്ടായിരിക്കും ഒരു പക്ഷേ പോലീസ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യത്തെ തള്ളുന്ന സാഹചര്യത്തിലേക്കായിരിക്കും ആ ഒരു ജാമ്യാപേക്ഷ തള്ളുന്ന സാഹചര്യത്തിലേക്കായിരിക്കും റിപ്പോർട്ട് സമർപ്പിക്കുക. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തായിരിക്കും മറ്റു നടപടിക്രമങ്ങളുണ്ടാകും. കൊണ്ടോട്ടി അബു എന്ന് പറയുന്ന പേജിന്റെ ഉടമയ്ക്കെതിരെയുള്ള ലുക്കൌട്ട് നോട്ടീസും പോലീസ് പുറപ്പെടുവിച്ചേക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. മഞ്ജുഷ്, ശരി.